നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ചേമ്പ് കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി. അതിന് വേണ്ടി ഇതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചീമച്ചേമ്പെന്ന് പറയും, പാൽ ചേമ്പെന്ന് പറയും, അങ്ങനെ പറയുന്നൊരു ചേമ്പാണ് കേട്ടോ അത്. അതിൻ്റെ രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാ ഇതുപോലെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്കിതിന് ടേസ്റ്റ് കിട്ടുന്നത്. അത് ഒരു ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 3 പച്ചമുളക് അതെന്താ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒരു 1/4 കപ്പിൽ താഴെ മതി വെള്ളം. ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ടങ്ങ് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇതിനകത്ത് ടേസ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പെരിഞ്ജീരകം നമ്മൾ ഇനി കടുവറക്കുന്ന സമയത്തും ചേർക്കുന്നുണ്ട്. അപ്പം നല്ലതുപോലെ എല്ലാം കൂടെ തിരുമ്മി പിടിപ്പിച്ചിട്ട് അപ്പോൾ തന്നെ നമുക്കിത് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. ഒരു 7 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ അതാ ഒരു മീഡിയം ഫ്ലെയിമിലായിട്ട് വെച്ചിട്ടുള്ളത്. ഒരു 3 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ തുറന്നിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ ചേമ്പ് ഇവിടെ വെന്തിട്ടുണ്ടാവും. ഇതുപോലൊന്ന് ഇളക്കി ഇതുപോലെ ഒതുക്കി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ ഒന്ന് തുറന്നപ്പോഴത്തേക്കും എന്താ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചേമ്പ് ആവശ്യത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും ഇത് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ മെഴുക്ക് പുരട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാ ഇതുപോലെ ഇരിക്കണം ഇതിന്. ഇനി നമുക്കിതിനെ ഒന്ന് കടുക് വറുത്തിട്ട് അതിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ നാടൻ റെസിപ്പികളല്ലേ. അപ്പോൾ ഇനിയും ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയും ചേർത്ത് കൊടുത്തത് കടുകാണ്. അപ്പോൾ അത് ഇതുപോലുള്ള പാനിൽ നമ്മൾ കടുക് ചേർത്ത് കൊടുത്താൽ അവിടെ ഇങ്ങനെ വെളിച്ചെണ്ണ അവിടെ നിൽക്കില്ലല്ലേ. അങ്ങനെ അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്താൽ നമുക്കത് ഫ്രൈ ആയി വരത്തുള്ളൂ. ഈ കടുകൊന്ന് പൊട്ടി വരികയുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകും കറിവേപ്പിലയുമാണ്. ഈ സമയത്ത് നമുക്ക് തേങ്ങ അരിഞ്ഞ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേമ്പ് വെച്ച ആ സമയത്ത് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ തേങ്ങ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചേമ്പിങ് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചേമ്പ് മെഴുക്ക് പുരട്ടി വളരെ എളുപ്പത്തിൽ കഞ്ഞിക്ക് ചോറിനെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇങ്ങനെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചൊന്നും വെക്കണ്ട കേട്ടോ. നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ കിടന്ന് ഇതങ്ങ് ഫ്രൈ ആയി വന്നോളും. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇടണം. നമ്മളിത് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നല്ല ചീനച്ചട്ടിയിൽ അടുപ്പിൽ വെച്ചാലും ടേസ്റ്റ് നന്നായിട്ടുണ്ടാകും കേട്ടോ. കൂടെ കൂടെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോഴല്ലേ ഒരുപോലെ ഇതൊന്ന് മുരിഞ്ഞ് വരികയുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. ഇനി നമുക്ക് ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ഉപ്പെല്ലാം കറക്റ്റാണ്. അപ്പം നമ്മുടെ ചേമ്പ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.